കേരള സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ചട്ടങ്ങൾ കാറ്റിപ്പുറത്തി ഖജനാവ് കൊള്ളയടിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ ഓരോ പൈസയ്ക്കും കണക്ക് ചോദിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മന്ത്രിമാരായ എം പി രാജേഷും മറന്നപ്പോൾ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും നിയമവിരുദ്ധമായി ഇരട്ട ആനുകൂല്യങ്ങൾ കൈമാറ്റുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അക്കൗണ്ട് ജനറലിന്റെ അതായത് AGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ പിണറായി സർക്കാരിലെ രണ്ട് പ്രമുഖ മന്ത്രിമാർ വൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത് മന്ത്രിശമ്പളത്തോടൊപ്പം തന്നെ MP പെൻഷനും പൂർണ്ണ രൂപത്തിൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറുമൊരു സാങ്കേതിക പിഴവല്ല, മറിച്ച് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നഗ്നമായ ചട്ടലംഘനമാണെന്ന ആരോപണം രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ഭരണഘടനാപരമായ ലംഘനങ്ങളൊന്നായി ഇത് മാറുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉറ്റുനോക്കുന്നത്. നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1957 പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, അതുപോലെ അലവൻസ്, പെൻഷൻ നിയമം ഇതെല്ലാം വരുന്നത് ഈ 1954 വകുപ്പ് അനുസരിച്ചാണ്. ഒരാൾ മന്ത്രി എന്ന നിലവിൽ ഔദ്യോഗിക ശമ്പളം കൈപ്പറ്റുമ്പോൾ അവരുടെ MP പെൻഷൻ തുകയിൽ ആനുപാതികമായ കുറവ് വരുത്തേണ്ടതുണ്ട്. അതായത് ഖജനാവിൽ നിന്ന് ഒരേ സമയം രണ്ട് ആനുകൂല്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ കൈപ്പറ്റാൻ ഒരു ജനപ്രതിനിധികൾക്കും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമപ്രകാരം MP പെൻഷൻ എത്രയാണോ ആ തുക കുറച്ചുള്ള തുക മാത്രമേ മന്ത്രി ശമ്പളമായി വാങ്ങാനും പാടുള്ളൂ. എന്നാൽ ഈ ചട്ടം നഗ്നമായി ലംഘിച്ചുകൊണ്ട് രണ്ട് മന്ത്രിമാരും രണ്ട് തുകയും യാതൊരു കുറവും വരുത്താതെ വർഷങ്ങളായി കൈപ്പറ്റുന്നതായാണ് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അധികമായി വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ അടിയന്തരമായി തിരികെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് AG പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതോടെയാണ് വിഷയം വെറുമൊരു വാർത്തയല്ലാതാവുകയും മറിച്ച് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുകയും കൂടി ചെയ്തത്. ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവർ തന്നെ ഇത്തരത്തിൽ പണം തട്ടുന്നത് ഏത് തരം രാഷ്ട്രീയ ധാർമ്മികതയാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ വിവരം പുറത്തറിയാതെ സർക്കാർ അതീവ രഹസ്യമായി സൂക്ഷിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കളി എന്ന് പറയുന്നത്. AGയുടെ കത്ത് ലഭിച്ചിട്ടും അത് മാസങ്ങളോളം അത് ഫയലിൽ മുക്കിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് MP രാജേഷിനെ പോലൊരു പ്രമുഖ നേതാവ് ഇത്തരമൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടത് യാദൃശികമല്ല എന്ന് വിശ്വസിക്കുന്നവർ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എല്ലാവരും ഉണ്ടാകുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ഓരോ സ്ഥാനാർത്ഥിയും നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. സർക്കാരിലേക്ക് പണം തിരിച്ചടയ്ക്കാനുള്ള ഈ ബാധ്യത നിലനിൽക്കുന്നിടത്തോളം കാലം രാജേഷിന് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുമില്ല. അങ്ങനെ വന്നാൽ നാമനിർദ്ദേശ പത്രിക നൽകിയാലും സൂക്ഷ്മ പരിശോധനാ വേളയിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഈ വിഷയം ആയുധമാക്കുകയും ചെയ്യാം. ഇത് പത്രിക തള്ളുന്നതിലേക്കും രാഷ്ട്രീയമായി അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നതിലേക്കും വരെ നയിച്ചേക്കാവുന്ന വലിയൊരു ചതിക്കുഴി കൂടിയാണ്. സ്വന്തം അറിവോടെയല്ല ഈ പണം പറ്റിയതെന്ന് വാദിച്ചാലും നിയമലംഘനം നടന്നു എന്നുള്ളത് വസ്തുതാപരമായി അവശേഷിക്കുന്ന കാര്യമാണ്. അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ അത് മനസ്സിലാവുമല്ലോ. എത്ര തന്നെ സ്വന്തം അറിവോടല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ കഴിയുമല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാദങ്ങളൊന്നും നിലനിൽക്കുകയുമില്ല. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിവരം മനഃപൂർവ്വം മറച്ചു വെച്ചതാണെങ്കിൽ ഇതിന് പിന്നിൽ പുറത്തുചേർക്ക് രാജേഷിനെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഒരു ഭാഗത്തുണ്ടാകുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. കണ്ണൂരിൽ നിന്നുള്ള കരുത്തനായ നേതാവാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഇതിഹാസ നേതാവ് EK നയനാരെ പോലുള്ള അതികായനെ തോൽപ്പിച്ച് ലോക്സഭ അംഗമായി ചരിത്രമുള്ള നേതാവ് കൂടിയാണ്. പിന്നീട് കണ്ണൂരിൽ നിന്ന് നിയമസഭയിലെത്തുകയും മന്ത്രിയാവുകയും ചെയ്തു. മന്ത്രി പദവിയിലിരിക്കുമ്പോഴും പഴയ ലോക്സഭാ പെൻഷൻ കൈപ്പറ്റുന്നത് നിയമവിരുദ്ധമാണെന്ന് കടന്നപ്പള്ളിയെ പോലൊരു മുതിർന്ന നേതാവ് അറിഞ്ഞില്ല എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമായി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് MP രാജേഷിൻ്റെ കാര്യവും. പാലക്കാട് നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു അദ്ദേഹം. തൃത്താലയിൽ നിന്നും നിയമസഭയിലെത്തി സ്പീക്കറായും പിന്നീട് മന്ത്രിയായും ഉയർന്ന രാജേഷ് പിന്നീട് ഇത്തരമൊരു സാമ്പത്തിക ചതിക്കുഴിയിൽ വീണത് അവിശ്വസനീയമായ കാര്യം കൂടിയാണ്. ജനുവരി 19 തന്നെ AG അയച്ച കത്ത് ഇപ്പോൾ മാത്രം പുറത്തു വന്നത് ആസൂത്രിതമായ നീക്കമാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പിന്നിൽ പാർട്ടിക്കുള്ളിലെ തന്നെ പടലപ്പിണക്കങ്ങളാണോ എന്നുള്ള സംശയവും ബലപ്പെടുന്നുമുണ്ട്. സഖാക്കളെ, ഇത് സാധാരണക്കാരുടെ പണമാണ് എന്ന് കൂടി ഓർക്കണം. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവർ തന്നെ ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ പണം കൈപ്പറ്റുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. അക്കൗണ്ട് ജനറൽ പുറത്തുവിട്ട ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിലെ പാർട്ട് 2B പ്രകാരം അല്ലെങ്കിൽ പാര 4 പ്രകാരം പരാമർശങ്ങളെല്ലാം അതിഗുരുതരം കൂടിയാണ്. പാർലമെന്ററി റെസിഡ്യൂവറി പെൻഷൻ എത്രയാണെന്നും അത് മന്ത്രിമാരുടെ ശമ്പളത്തിൽ നിന്ന് എത്രത്തോളം കുറയ്ക്കണമെന്നും വ്യക്തമാക്കുന്ന രാജ്യസഭ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിലുള്ള അല്ലെങ്കിൽ ഓഫീസറിൽ നിന്നുള്ള കത്ത് ഹാജരാക്കാൻ പൊതുഭരണ വകുപ്പിനോട് AG കർശനമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ചട്ടവിരുദ്ധമായി കൈപ്പറ്റിയ തുക ഓരോ പൈസയും കണക്കാക്കി ഖജനാവിലേക്ക് തിരികെ അടപ്പിക്കാനാണ് AG കടുപ്പമേറെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാരുടെ മേൽ കുതിര കയറുന്ന വേഗത ഇത്തരം അമ്മമാരുടെ കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുമോ എന്നുള്ളതാണ് കേരളം ചോദിക്കുന്ന പ്രധാന ചോദ്യം. പാവപ്പെട്ടവൻ അർഹതയില്ലാതെ 1 രൂപ വാങ്ങിയാൽ
പലിശ സഹിതം വസൂലാക്കാൻ നെട്ടോട്ടം ഓടുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ആവേശം ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു വലിയ അഴിമതിയുടെ മഞ്ഞുമലയുടെ അട്ടം മാത്രമാണോ എന്നുള്ളതും പരിശോധിക്കപ്പെടുകയും വേണം. ഈ റിപ്പോർട്ടിൽ മന്ത്രിമാരുടെ പ്രശ്നം വിവാദം മാത്രമല്ല, മറ്റ് പല ഞെട്ടിക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും AG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം മൂലം 1.95 കോടി രൂപ ചെലവാക്കി സ്ഥാപിച്ച ആക്സസ് കൺട്രോൾ സിസ്റ്റം ഒരു പ്രയോജനവുമില്ലാതെ നശിച്ചു പോവുകയാണ്. ഇതൊന്നും കൂടാതെ അനുവദനീയമായ എണ്ണത്തേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി നിയമിച്ചതും വിരമിച്ച ജോയിന്റ് സെക്രട്ടറി ചട്ടങ്ങൾ പാലിക്കാതെ പുനർനിയമിച്ചതും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. വിഭവപരിമിതിയുള്ള സാഹചര്യത്തിൽ ഇത്തരം വഴിവിട്ട നിയമനങ്ങൾക്കായി ഖജനാവിൽ നിന്നും ലക്ഷ്യങ്ങളാണ് പാഴായി പോകുന്നത്. ഇതിനെല്ലാം ആരാണ് മറുപടി പറയേണ്ടത്? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇത്തരത്തിൽ ദൂർത്ത് നടത്താൻ ഭരണകൂടത്തിന് ആരാണ് അനുവാദം നൽകിയത്? ഇതിന് പിന്നിൽ വലിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം സംശയിക്കാനും. സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവർ അധികാര കസലിരിക്കാനും യാതൊരു അർഹതയും ഇല്ലാത്തവരാണ്. സാധാരണക്കാരൻ അറിവില്ലായ്മ കൊണ്ട് വാങ്ങുന്ന ആനുകൂല്യങ്ങളിൽ ചെറിയൊരു ക്രമക്കേട് കണ്ടാൽ പോലും അത് പലിശ സഹിതം തിരിച്ചു പിടിക്കാൻ കലിതുള്ളുന്ന സർക്കാർ സംവിധാനങ്ങൾ മന്ത്രിമാരുടെ ഈ പച്ചയായ നിയമലംഘനത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്. അർഹതയില്ലാത്തവർ കൈപ്പറ്റുന്ന പണം വസൂലാക്കാൻ നെട്ടോട്ടമാടുന്ന ഉദ്യോഗസ്ഥർ മന്ത്രിമാരുടെ കാര്യത്തിൽ പുലർത്തുന്ന ഈ ഇരട്ടത്താപ്പ് വലിയ ജനരോഷത്തിന് കാരണമായിട്ടുമുണ്ട്. സർക്കാരിൻ്റെ ഈ ഇരട്ടമുഖം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിതെളിക്കാൻ പോകുക. സാധാരണക്കാരൻ്റെ നിയമം ഒന്നാണെങ്കിൽ അത് മന്ത്രിമാർക്കും ബാധകമാകണം. അധികാരം ഉപയോഗിച്ച് ചട്ടങ്ങൾ വളച്ചൊടിക്കുന്ന ഈ പ്രവണത ജനാധിപത്യത്തിന് തന്നെ ഭീഷണി കൂടിയാണ്. AGയുടെ നിർദ്ദേശം മാസങ്ങളോളം ബഹിലിൽ മുക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടതും. ജനപ്രതിനിധികൾ ലാഭകരമായ പദവികൾ വഹിക്കുമ്പോൾ ചട്ടവിരുദ്ധമായി പണം കൈപ്പറ്റുന്നത് അവരുടെ നിയമസഭാ അംഗത്വത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന അല്ലെങ്കിൽ അംഗത്വത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു വിഷയം കൂടിയാണ്. അയോഗ്യതയുടെ മുൻപിൽ നിൽക്കുന്ന ഈ മന്ത്രിമാർ ഉടനടി തുക തിരിച്ചടയ്ക്കുമോ അതോ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇതിനെ ഒത്തുതീർപ്പാക്കുമോ എന്നാണ് കേരളമെല്ലാം ഉറ്റുനോക്കുന്നത്. ചട്ടവിരുദ്ധമായി വാങ്ങിയ ഈ തുക ഉടനടി ഖജനാവിലേക്ക് തിരിച്ചടച്ചില്ല എങ്കിൽ അത് വലിയ നിയമ യുദ്ധങ്ങളിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അത് വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലേക്കും വഴിമാറുമെന്ന കാര്യം ഉറപ്പാണ്. പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവർ അധികാര കസേരയിലിരിക്കാൻ യാതൊരു അർഹതയുമില്ല എന്ന മുറവിളി തെരുവിൽ ഉയരുമെന്ന കാര്യം തീർച്ച തന്നെയാണ്. ഒരു സാധാരണക്കാരൻ പണമില്ലാതെ വലയുമ്പോൾ മന്ത്രിമാർ ഇത്തരത്തിൽ അധികൃതമായി അല്ലെങ്കിൽ അനധികൃതമായൊക്കെ തുക കൈപ്പറ്റുന്നത് മാപ്പർഹിക്കാത്ത കുറ്റം കൂടിയാണ്. നിസ്സാരമായ തെറ്റുകൾക്ക് പോലും സാധാരണക്കാരനെ ക്രൂശിക്കുന്ന ഈ ഭരണ സംവിധാനം ലക്ഷങ്ങൾ അധികമായി കൈപ്പറ്റിയ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. MP രാജേഷിനെ പോലൊരു നേതാവിനെ തളയ്ക്കാൻ ആരെങ്കിലും പിന്നിൽ നിന്നും ചരട് വലിച്ചു എന്നുള്ള സംശയവും പാർട്ടിക്കുള്ളിൽ തന്നെ പുകയുന്നുമുണ്ട്. AGയുടെ നിർദ്ദേശം മാസങ്ങളോളം ഫയലിൽ മുക്കിയതിന് പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായി ഉയരുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇരട്ട ശമ്പള വിവാദം ഭരണപക്ഷത്തിന് വലിയൊരു കീറാമുട്ടയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഖജനാവ് പൂട്ടിക്കെട്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പൂട്ടിക്കെട്ടാനിരിക്കുന്ന ഈ സമയത്ത് മന്ത്രിമാർ തന്നെ ഇത്തരത്തിൽ അനധികൃതമായി പണം കൈപ്പറ്റുന്നത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തന്നെ സാരമായി ബാധിക്കുന്ന കാര്യം കൂടിയാണ്. ചട്ടലംഘനം നടത്തിയ മന്ത്രിമാർ രാജിവെക്കണമെന്ന ആവശ്യം വരും ദിവസങ്ങളിൽ ശക്തമായി ഉയരുമെന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്.